ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ റമളാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാവ് ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം മുസ്ലിം ലോകം ഒന്നടങ്കം പറയും ലൈലത്തുൽ ഖദറാണ് എന്നുള്ളത്. ഈ ലൈലത്തുൽ ഖദറിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് കാരണമായത് എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ കഴിയും. അത് ഖുർആൻ അവതരണം കൊണ്ട് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഈ ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണ് അത് വരാനുള്ള സാധ്യത എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ധാരാളം ഹദീസുകൾ, ഖുർആനിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ ധാരാളമായി കാണാൻ കഴിയും. അവസാന 10 ഒറ്റ രാവുകളിലാണ്, ഒരുപക്ഷെ 27-ാം രാവിലാണ് അതിന് ഏറ്റവും കൂടുതൽ സാധ്യത. ഇങ്ങനെയൊക്കെയുള്ള ഹദീസ് വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതനുസരിച്ച് സൂറത്തുൽ ഖദർ എന്ന ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പരാമർശിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ആ ചെറിയ അധ്യായത്തെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ ആ പരിശുദ്ധ റമളാനിൻ്റെ ഖുർആൻ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ റമളാനിൻ്റെയും ആ റമളാനിലെ അവസാന 10 ഒറ്റ രാവുകളെയും അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിനെയും ഖുർആനിക വചനങ്ങളിലൂടെ എങ്ങനെ നമുക്ക് വിശദീകരിക്കാം, മനസ്സിലാക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറത്തുൽ ഖദർ എന്ന അധ്യായത്തിൽ ആകെ ഉള്ളത് 30 പദങ്ങളാണ്. റമളാനിൽ ഏറ്റവും എണ്ണം 29 അല്ലെങ്കിൽ 30 എന്നതാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള റമളാനിലെ എണ്ണം. ആ റമളാനിലെ അവസാന 10 ഒറ്റ രാവുകൾ എന്നത് 5 രാവുകൾക്കാണ് ഒറ്റ രാവുകളാവാൻ സാധ്യതയുള്ളത്. സൂറത്തുൽ ഖദറിലെ ആയത്തുകളുടെ സൂക്തങ്ങളുടെ എണ്ണം എടുത്തു നോക്കിയാൽ അത് 5 സൂക്തങ്ങളാണ്. ഇതിൽ ലൈലത്തുൽ ഖദർ എന്ന പദം അല്ലെങ്കിൽ എന്ന സെൻറ്റൻസ് പ്രയോഗം 3 തവണ ആവർത്തിച്ചിരിക്കുന്നു. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഈ ലൈലത്തുൽ ഖദർ എന്ന ആ സെൻറ്റൻസ് പരിശോധിച്ച് നോക്കിയാൽ അതിൽ 9 അക്ഷരങ്ങളാണ് ഉള്ളത്. ആ 9 അക്ഷരങ്ങൾ 3 തവണ ആവർത്തിച്ചാൽ 9 × 3 27 27-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്ന് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട വിഷയവുമാണ്. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ 30 പദങ്ങളുള്ള സൂറത്തുൽ ഖദറിലെ സലാമുൻ ഹിയ എന്ന് പറയുന്ന ഹിയ എന്ന സർവനാമം, പ്രോനൗണ്, ദമീർ, അത് ലൈലത്തുൽ ഖദർ എന്നതിനെക്കുറിച്ചാണെങ്കിൽ അത് 27-ാമത്തെ പദവുമാണ്.